പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ടി പത്മനാഭൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് ഹാരിസൺ സാഹിബിൻ്റെ നായ എന്നാണ്. നമുക്ക് കഥയിലേക്ക് പതുക്കെ പ്രവേശിക്കാം. ഹാരിസൺ സാഹിബിൻ്റെ നായ. മിസ്സിസ് മേനോന് ഹാരിസൺ സാഹിബിനോടും മദാമയോടും മാത്രമല്ല, അവരുടെ നായയോട് പോലും കഠിനമായ പകയും വെറുപ്പും തോന്നി. എന്തൊരു ചതിയാണ് അവർ ചെയ്തത്! മിസ്സിസ് മേനോന് അത് വിചാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഡോഗ് ഷോവിന് 2 ആഴ്ച പോലും ഇല്ലാത്തപ്പോഴാണ് സാഹിബിൻ്റെ മദാമയെയും പട്ടിയെയും കൊണ്ടുള്ള ഒരു വരവ്. പട്ടിയെ കൊണ്ടുവന്നേ കഴിയുമെങ്കിൽ ഡോഗ് ഷോവിന് ശേഷം പോരായിരുന്നോ? അല്ലെങ്കിൽ ഇനി കൊണ്ടുവന്നാൽ തന്നെ അതിനെ ബംഗ്ലാവിൻ്റെ പിറകിലെങ്ങാനും കെട്ടിയിട്ടാൽ പോരായിരുന്നോ? അവിടെ എന്തുമാത്രം സ്ഥലമുണ്ട് അതിനൊക്കെ. എന്നിട്ട് അതൊന്നും ചെയ്യാതെ പട്ടിയെയും എഴുന്നള്ളിച്ചുകൊണ്ട് മദാമ ടൗൺഷിപ്പിലെ റോഡുകളിലൂടെ സദാ. മുറിയുടെ ഒരു മൂലയിലുള്ള സോഫയിൽ മിസ്സിസ് മേനോന്റെ ഭർത്താവ് അനങ്ങാതിരുന്നു. അയാൾ ആകെ പരിഭ്രമിച്ചു വശായിരുന്നു. ഞായറാഴ്ച ദിവസം രാവിലെ പതിവ് പോലെ 2 പെഗ് അകത്താക്കി ക്ലബിൽ റമ്മി കളിക്കാൻ പോകാൻ പുറപ്പെട്ടതായിരുന്നു. അപ്പോഴാണ് ഭാര്യ വന്ന് ഹാരിസൺ സാഹിബിൻ്റെ പട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. മേനോൻ ഒന്നും പറയാതെ പകുതി മാത്രം കാലിയാക്കി ഗ്ലാസ്സിലേക്ക് നോക്കിയിരുന്നു. മിസ്സിസ് മേനോന്റെ തൂവെള്ള നിറത്തിലുള്ള പോമറേനിയൻ പട്ടി മുറിയിലാകെ ഓടി നടന്നതിനു ശേഷം വാതിൽക്കൽ ചെന്ന് ഉറക്കെ കുരച്ചു. മേനോന് പട്ടിയുമായി ഒരടുപ്പവും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ അയാൾക്ക് ചെറുപ്പം മുതലേ നായ്ക്കളെ ഇഷ്ടമായിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടായിട്ടൊന്നുമായിരുന്നില്ല. എങ്കിലും മിസ്സിസ് മേനോനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അയാൾ ഇടയ്ക്കിടെ അവരുടെ പട്ടിയെ ലാളിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ക്ലബിലെ ആനുവൽ ഡോഗ് ഷോവിൽ വലിയ താല്പര്യം കാണിക്കാറും ഉണ്ടായിരുന്നു. മേനോൻ വാതിൽക്കൽ ചെന്ന് പട്ടിയുടെ നെറുകയിൽ തലോടി. അതിനെ ശാന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ മിസ്സിസ് മേനോൻ ദേഷ്യത്തോടെ പറഞ്ഞു, "ലിവ് ഇറ്റ്." എന്നിട്ട് അവർ പട്ടിയെ വിളിച്ചു, "റൂബി." പട്ടി ഓടിച്ചെന്ന് മിസ്സിസ് മേനോന്റെ കാൽമുട്ടുകൾക്കിടയിൽ തല തിരുകി വാലാട്ടിക്കൊണ്ടു നിന്നു. റൂബിയുടെ സംസാരിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി നിന്നപ്പോൾ അവൾക്ക് ഇത്തവണത്തെ ഡോഗ് ഷോവിൽ സമ്മാനം ലഭിക്കുകയില്ലെന്ന ബോധം മിസ്സിസ് മേനോനെ വല്ലാതെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവർ പട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തേങ്ങി. "ഓ റൂബി, ഓ റൂബി." ദുഃഖപൂർണമായ ആ രംഗം വെറുതെ നോക്കി നിൽക്കാനുള്ള ഹൃദയശൂന്യത മേനോൻ ഉണ്ടായിരുന്നില്ല. കണ്ണു തുടച്ചുകൊണ്ട് മേനോനും പറഞ്ഞു, "ഓ റൂബി, ഓ റൂബി." ബ്രിട്ടീഷ് ഇന്ത്യൻ കെമിക്കൽ കമ്പനിയുടെ ടൗൺഷിപ്പിലെ ക്ലബിൽ കൊല്ലത്തിലൊരിക്കൽ നായ്ക്കളുടെ ഒരു പ്രദർശനം നടത്തി മികച്ചവയ്ക്ക് സമ്മാനം നൽകുക എന്നത് ഒരു പതിവായിട്ട് വളരെയായിരുന്നു. ഡോഗ് ഷോവിന് പുറമെ ഫ്ലവർ ഷോ, ബ്യൂട്ടി കണ്ടസ്റ്റ് തുടങ്ങി പലതും ഉണ്ടായിരുന്നെങ്കിലും ആദ്യം മുതൽക്കേ തുടങ്ങിയതും കൂടുതൽ പ്രാധാന്യമുള്ളതും ഡോഗ് ഷോ തന്നെയായിരുന്നു. ഡങ്കൻ സാഹിബായിരുന്നു അതിന് കാരണക്കാരൻ. ടൗൺഷിപ്പിലെ പഴയ ഓഫീസർമാരും അവരുടെ വീട്ടുകാരികളും ഡങ്കൻ സാഹിബിനെ ഇപ്പോഴും ഓർക്കുന്നു. സാഹിബിൻ്റെ അൽസേഷ്യൻ നായയെയും. അതൊരു നായ തന്നെയായിരുന്നു. സാഹിബ് പോകുന്നിടത്തെല്ലാം നായയും കൂടെ ഉണ്ടായിരുന്നു. പഴയ കൂട്ടുകാർ നീണ്ടുപോകുന്ന തൻ്റെ വിവാഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഉറക്കെ ചിരിച്ചുകൊണ്ട് സാഹിബ് പറയും, "എനിക്കെൻ്റെ നായയുണ്ട്." സാഹിബിൻ്റെ ഒരു തമാശ. പക്ഷെ അതായിരുന്നു ഡങ്കൻ സാഹിബ്. എന്തും പറയും, എല്ലാവരുമായും ഇടപഴകും, ഓഫീസർമാരോടും അവരുടെ ഭാര്യമാരോടും കുട്ടികളോടും ഒക്കെ. അതുകൊണ്ട് മറ്റ് സാഹിബന്മാരുടെ ഇടയിൽ ഡങ്കൻ സാഹിബിനെ കുറിച്ച് തെല്ലൊരു മതിപ്പുകേടും ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടെന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ കെമിക്കൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഡങ്കൻ സാഹിബ് ആയിരുന്നു. സാഹിബിൻ്റെ ഇഷ്ടമായിരുന്നു കമ്പനിയുടെ ഇഷ്ടം. എത്ര പേരെ ഡങ്കൻ സാഹിബ് അപ്പോയിന്റ് ചെയ്തു, എത്ര പേരെ പ്രൊമോട്ട് ചെയ്തു, എല്ലാ സാഹിബിൻ്റെ ഇഷ്ടം. റൂബിയെ മാറോടമർത്തി പിടിച്ചു നിൽക്കുന്ന ഭാര്യയെ നോക്കിയപ്പോൾ മേനോൻ അതൊക്കെ ഓർത്തു. ബ്രിട്ടീഷ് ഇന്ത്യൻ കെമിക്കൽ കമ്പനിയിൽ കേവലം ഒരു ജൂനിയർ ഓഫീസറായി കയറിയ താൻ ഇന്ന് ജനറൽ മാനേജരുടെ പദവിയിലെത്തിയിരിക്കുന്നു. ആരോടാണ് ഇതിനു നന്ദി പറയേണ്ടത്? ഡങ്കൻ സാഹിബിനോടോ അമ്മുവോടോ? അല്ലെങ്കിൽ അമ്മു ആദ്യം പോറ്റിയതും സാഹിബ് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നതും ആയ കൈസർ എന്ന അൽസേഷ്യൻ നായയോടോ? അമ്മുവെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ആദ്യം അയാൾക്ക് ഭയം തോന്നിയിരുന്നു. അമ്മുവിന് ഈ ചുറ്റുപാടുകൾ ഇഷ്ടമാകുമോ? വലിയച്ഛൻ്റെ മകൾ, പട്ടണത്തിൽ വളർന്നവൾ, കോൺവെന്റിൽ പഠിച്ചവൾ, ബ്രിട്ടീഷ് ഇന്ത്യൻ കെമിക്കൽ കമ്പനിയുടെ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഓണം കേറാമൂല.
അവിടെ അമ്മുവിന് എങ്ങനെ ജീവിക്കാൻ കഴിയും? പക്ഷേ അയാളുടെ ഭയങ്ങളൊക്കെ അസ്ഥാനത്തായിരുന്നു. ആദ്യത്തെ ഡോഗ് ഷോ കഴിഞ്ഞ് മടങ്ങുമ്പോൾ അമ്മുവിന് ആകെ ആവേശമായിരുന്നു. അമ്മു പറഞ്ഞു, നമുക്ക് ഒരു അൽസേഷ്യൻ നായ വേണം. അയാൾ പറഞ്ഞു, അൽസേഷ്യൻ നായോ? എന്തിന്? അയാൾ നായ്ക്കളെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എങ്കിലും അത് പറയാതെ ഒരു ഉദാസീന മട്ടിൽ പറഞ്ഞു, നമുക്കെന്തിനാണ് ഇപ്പോൾ ഒരു അൽസേഷ്യൻ നായ? ഇവിടെയാണെങ്കിൽ ഒരു ഗൂർക്കയും കാവലും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ? പക്ഷേ അയാളുടെ ഭാര്യ സമ്മതിച്ചില്ല. ഭാര്യ ചോദിച്ചു, ഈ ടൗൺഷിപ്പിൽ അൽസേഷ്യൻ നായ ഇല്ലാത്ത ഒരു വീടുണ്ടോ? അപ്പോഴാണ് അയാൾ ഓർത്തത്, അമ്മ പറഞ്ഞത് ശരി തന്നെ, അൽസേഷ്യൻ നായ ഇല്ലാത്ത ഒരു വീടുമില്ല. അയാളും അൽസേഷ്യനെ വാങ്ങി ആദ്യ നാളുകളിൽ ഒരു ദിവസം അമ്മുവും അയാളും ക്ലബിൽ ചെന്നപ്പോൾ ഒറ്റയ്ക്ക് ലോണിലിരുന്ന് വിസ്കി കുടിക്കുന്ന ഡങ്കൻ സാഹിബിനെയാണ് കണ്ടത്. ക്ലബിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അമ്മു പെട്ടെന്ന് പറഞ്ഞു, നായ്ക്കുട്ടിയെക്കുറിച്ച് നമുക്ക് സാഹിബിനോട് പറഞ്ഞാൽ എന്താ? അയാൾ ഞെട്ടിപ്പോയി. ഈശ്വര, ഇവൾക്ക് എന്താണ് സംഭവിച്ചത്? ബ്രിട്ടീഷ് ഇന്ത്യൻ കെമിക്കൽ കമ്പനിയിലെ ഒരു ജൂനിയർ ഓഫീസർ ഡങ്കൻ സാഹിബിൻ്റെ മുമ്പിൽ ചെന്ന് തൻ്റെ അൽസേഷ്യൻ നായക്കുട്ടിക്ക് വയറ്റിൽ അസുഖമാണെന്ന് പറയുകയോ? പക്ഷെ അമ്മ പറയുക തന്നെ ചെയ്തു. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അയാൾ വ്യക്തമായി കേൾക്കുകയും ഉണ്ടായില്ല. അയാൾ ബേജാറിലായിരുന്നു. സാഹിബിന് എന്താണ് തോന്നുക? പക്ഷെ സാഹിബിന് ഒന്നും തോന്നിയില്ല. ഇത് തന്നോടല്ലെങ്കിൽ മറ്റാരോടാണ് പറയുക എന്ന ഭാവമായിരുന്നു സാഹിബിന്. സാഹിബ് ഇടയ്ക്കിടെ മൈ ഗോഡ് എന്ന് അമറുകയും അമ്മ പറഞ്ഞു നിർത്തിയപ്പോൾ അയാളെ അരികെ വിളിച്ച്, ചെറുപ്പക്കാരെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. അന്ന് അവർക്ക് കാറുണ്ടായിരുന്നില്ല. ഡങ്കൻ സാഹിബ് അയാളുടെ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം കാറിൽ അവരെ കയറ്റി അവരുടെ വീട്ടിൽ ചെന്നു. പട്ടിക്കുട്ടിയുടെ അവശനില കണ്ടപ്പോൾ സാഹിബ് ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു, എന്നോട് എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല? എന്നിട്ട് അയാൾ നോക്കി നിൽക്കെ അമ്മുവോട് കണ്ണിറുക്കുകയും ചിരിക്കുകയും ചെയ്തു. പോകുമ്പോൾ പുറത്തു തട്ടുകയും ചെയ്തു. സാഹിബിൻ്റെ ഒരു തമാശ. ഡങ്കൻ സാഹിബ് ഇന്ത്യയിൽ നിന്ന് പോയപ്പോൾ മർഫി വന്നു. മർഫിയുടെ കാലത്താണ് ടൗൺഷിപ്പിൽ പൊമറേനിയൻ നായ്ക്കളുടെ ഒരു പറ്റം തന്നെ ഉണ്ടായത്. യുദ്ധത്തിൽ ജർമ്മൻകാരുടെ തടവുകാരനായിരുന്ന മർഫിക്ക് ജർമ്മൻകാരോട് മാത്രമല്ല അവരുടെ നായ്ക്കളോടും വെറുപ്പായിരുന്നു. മർഫിയുടെ മദാമയ്ക്കും അൽസേഷ്യനെ ഇഷ്ടമായിരുന്നില്ല. അവരുടെ നായ പൊമറേനിയനായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന നായ 2 ആഴ്ച ബോംബെയിൽ തങ്ങിയതിനു ശേഷമാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ കെമിക്കൽ കമ്പനിയുടെ ടൗൺഷിപ്പിലെത്തിയത്. മിസ്സിസ് മർഫി വന്ന ദിവസം തന്നെ ഓഫീസർമാരുടെ ഭാര്യമാരോട് ക്ലബിൽ വെച്ച് ചോദിച്ചു, ഇവിടെ ആർക്കൊക്കെയാണ് പൊമറേനിയൻ ഉള്ളത്? മിസ്സിസ് മുഖർജി, മിസ്സിസ് രാമസ്വാമി, മിസ്സിസ് ഡിസൂസ, മിസ്സിസ് സോമൻ. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിന്നു. അവരുടെയൊക്കെ വീടുകളിൽ അൽസേഷ്യനായിരുന്നു. മിസ്സിസ് മർഫി മിസ്സിസ് മേനോനോട് ചോദിച്ചു, നിങ്ങളുടെ അടുക്കലോ മിസ്സിസ് മേനോൻ? മിസ്സിസ് മേനോൻ പതുക്കെ ശാന്തമായി പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പൊമറേനിയനാണ് മിസ്സിസ് മർഫി. മിസ്സിസ് മർഫി ആശ്ചര്യവും സന്തോഷവും അടക്കാൻ കഴിയാതെ, ഓ, പൊമറേനിയൻ എന്ന് പറഞ്ഞുപോയി. കള്ളത്തി, പൊങ്ങച്ചക്കാരി, അവളുടെ അടുക്കലും അൾസേഷ്യൻ തന്നെയാണ് എന്ന് വിളിച്ചു പറയുവാൻ മിസ്സിസ് രാമസ്വാമിക്കും മിസ്സിസ് മുഖർജിക്കും മിസ്സിസ് ഡിസൂസയ്ക്കും മിസ്സിസ് സോമനും തോന്നി. പക്ഷേ മിസ്സിസ് മേനോൻ പറഞ്ഞത് സത്യമായിരുന്നു. അവരുടെ വീട്ടിലെ നായ തൂവെള്ള നിറമുള്ള ചടുല പ്രകൃതിയായ ഒന്നാന്തരം പൊമറേനിയനായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ കെമിക്കൽ കമ്പനിയുടെ ടൗൺഷിപ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ പൊമറേനിയൻ നായ. മർഫി സാഹിബിൻ്റെ പട്ടി പോലും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞേ ടൗൺഷിപ്പിലെത്തിയുള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിലൊക്കെ എന്തുണ്ട്? വെറും നിസ്സാര കാര്യമെന്ന മട്ടിൽ മിസ്സിസ് മേനോൻ കൂട്ടുകാരികളോട് പറഞ്ഞു. ഓ, എനിക്ക് അൽസേഷ്യനെ മടുത്തു കഴിഞ്ഞിരുന്നു. ഒരു വൃത്തികെട്ട അനുസരണയില്ലാത്ത. അച്ഛനും പറയും, നീ എന്തിനാണ് ഈ അൽസേഷ്യനെ? അച്ഛൻ പൊമറേനിയൻ്റെ ആളാണ്. പണ്ട് UK നിന്ന് അച്ഛൻ കൊണ്ടുവന്ന നായയുടെ കുട്ടികളാണ് ഇപ്പോഴും വീട്ടിൽ. ഓരോ തവണ വീട്ടിൽ ചെല്ലുമ്പോഴും അച്ഛൻ നിർബന്ധിക്കും, നീ ഒന്നിനെ കൊണ്ടുപോയിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ അച്ഛൻ ഒരു പട്ടിക്കുഞ്ഞിനെ കാറിൽ വെക്കുക തന്നെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് ഞാനും കരുതി. കൂട്ടുകാരെ നോക്കി മിസ്സിസ് മേനോൻ മധുരമായി ചിരിച്ചു. അവരൊക്കെ ദഹിക്കുകയായിരുന്നു. മിസ്സിസ് മേനോൻ വീണ്ടും പറഞ്ഞു, മിസ്സിസ് മുഖർജി ഒരു ദിവസം വന്ന് എൻ്റെ റൂബിയെ നോക്കൂ. എന്തൊരു ബുദ്ധിയുള്ള പട്ടി. മിസ്സിസ് രാമസ്വാമി, നിങ്ങളും വരൂ. നിങ്ങളെല്ലാവരും. ഡങ്കൻ സാഹിബിനെ യാത്രയയക്കാൻ ബോംബെയിൽ ചെന്നപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ കെമിക്കൽ കമ്പനിയുടെ ക്ലിയറിംഗ് ഏജൻറ്റ് പറഞ്ഞു, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് മിസ്സിസ് മേനോൻ. മർഫിയുടെ പൊമറേനിയൻ നായ UK നിന്ന് വരുന്നുണ്ട്. ഈ നാട്ടിലൊന്നും നായ്ക്കളില്ലേ മിസ്സിസ് മേനോൻ? എന്നിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ. അവരുടെ ഇഷ്ടം.
കമ്പനിയുടെ ചെലവും. നായ ഇവിടെ എത്തിയാൽ ക്വാറന്റൈനിൽ കയറ്റി. നായ്ക്കളുടെ കാര്യമായതിനാൽ മേനോൻ ക്ലിയറിംഗ് ഏജന്റ് പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മിസ്സിസ് മേനോന്റെ മനസ്സിൽ അത് കല്ലിൽ കൊത്തിയതുപോലെ പതിഞ്ഞു. പോമറേനിയൻ നായ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നു. ബോംബെയിൽ നിന്ന് മടങ്ങുമ്പോൾ തന്നെ അവർ ഒരു പോമറേനിയനെ വാങ്ങി. മേനോൻ ചോദിച്ചു, അമ്മു, നമുക്കിപ്പോൾ എന്തിനാണ്? ഒരു നായ ഉണ്ടല്ലോ, അതിനു പുറമെ ഇതും. മിസ്സിസ് മേനോൻ ചിരിക്കുക മാത്രം ചെയ്തു. മർഫിയുടെ കാലത്തും മിസ്സിസ് മേനോന്റെ റൂബിക്ക് സമ്മാനം കിട്ടിയിരുന്നു. പക്ഷേ ഡോഗ് ഷോവിൽ എന്നും ഒന്നാം സമ്മാനം സായിവിൻ്റെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന പട്ടിക്ക് തന്നെയായിരുന്നു. ഇത് ഒരിക്കലും സായിവോ മദാമയോ ജഡ്ജിമാരുടെ മേൽ സ്വാധീനം ചെലുത്തിയിട്ടായിരുന്നില്ല. ആര് തന്നെ ജഡ്ജി ആയിക്കൊള്ളട്ടെ, മിസ്സിസ് മുഖർജിയോ സോമനോ ഡിസൂസയോ ആരായാലും ഒന്നാം സമ്മാനം സായിവിൻ്റെ പോമറേനിയനു തന്നെ. മർഫിയുടെ നായ അത്ര നല്ല നായയായിരുന്നു. പക്ഷേ രണ്ടാം സമ്മാനത്തിൻ്റെ കാര്യം വരുമ്പോൾ മിസ്സിസ് മർഫി റൂബിയെക്കുറിച്ച് പറയും, ഓ, എന്തൊരു ബുദ്ധിയുള്ള ജീവി. ഇംഗ്ലണ്ടിലായിരുന്നുവെങ്കിൽ മർഫിക്കും മദാമയ്ക്കും റൂബിയെ വളരെ ഇഷ്ടമായിരുന്നു. ടൗൺഷിപ്പിലുള്ള എല്ലാവർക്കും ജനറൽ മാനേജറുടെ ഭാര്യയുടെ നായയെ ഇഷ്ടമായിരുന്നു. മർഫിയുടെ കാലത്താണ് ബ്രിട്ടീഷ് ഇന്ത്യൻ കെമിക്കൽ കമ്പനി ഇൻഡോ അമേരിക്കൻ കെമിക്കൽ കമ്പനിയായത്. ഉടമകൾ മാറിയപ്പോൾ മർഫിയും കുടുംബവും നായയും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയി. മർഫിക്ക് പകരം വന്നത് അമേരിക്കയിൽ നിന്ന് ഹാരിസൺ ആയിരുന്നു. ഹാരിസൺ വിവാഹിതനായിരുന്നുവെങ്കിലും അയാളുടെ കൂടെ ഭാര്യ വന്നിരുന്നില്ല. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ത്യയിലെ പ്രാചീന മതങ്ങളെക്കുറിച്ചുള്ള ഒരു താരതമ്യ പഠനത്തിന് ഡോക്ടറേറ്റ് വാങ്ങിയ മിസ്സിസ് ഹാരിസൺ അമേരിക്കയിൽ അല്ലാത്തപ്പോൾ മിക്കവാറും പുരിയിലോ ചിദംബരത്തോ കാഞ്ചീപുരത്തോ ആയിരുന്നു. ഹാരിസൺ സാഹിബിൻ്റെ താല്പര്യം മുഴുവനും ഇൻഡോ അമേരിക്കൻ കെമിക്കൽ കമ്പനിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു. അതിനുവേണ്ടി സാഹിബ് മണിക്കൂറുകളും ദിവസങ്ങളും ഫാക്ടറിയിൽ ചെലവഴിച്ചു. ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചോദ്യങ്ങൾ ചോദിച്ചു. കോൺഫറൻസുകൾ കൂടി. പുതിയ യന്ത്രസാമഗ്രികൾക്ക് ഓർഡർ നൽകി. വേണ്ടി വന്നാൽ ആളുകളെയും മാറ്റുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ തിരക്കുകൾക്കിടയിലും ഹാരിസൺ സാഹിബ് ക്ലബിൽ പോയി വിസ്കി കുടിച്ചു, ചീട്ടു കളിച്ചു. ഇന്ത്യയിലെ മാറി വരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചും അമേരിക്കയിലെ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും സംസാരിച്ചു. ഇൻഡോ അമേരിക്കൻ കെമിക്കൽ കമ്പനിയിലെ ടൗൺഷിപ്പിലെ ഓഫീസേഴ്സ് സെക്ടറിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാർ അവരുടെ ബംഗ്ലാവുകൾക്ക് മുമ്പിൽ പെറ്റൂണിയ പൂച്ചെടികൾ നട്ടുവളർത്തി. ക്ലബിലെ ഡോഗ് ഷോവിൽ മിസ്സിസ് മേനോന്റെ റൂബിക്ക് ഹാരിസൺ ഒന്നാം സമ്മാനത്തിനു പുറമെ ഒരു പ്രത്യേക സമ്മാനവും കൂടി നൽകി. ഇൻഡോ അമേരിക്കൻ കെമിക്കൽ കമ്പനിയുടെ ടൗൺഷിപ്പിൽ കാര്യങ്ങൾ അങ്ങനെ വലിയ പന്തികേടൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ സായിവിൻ്റെ മദാമ വന്നത്. മദാമ കാഞ്ചീപുരം സാരിയിലായിരുന്നു. കൂടെ ഒരു പട്ടിയും ഉണ്ടായിരുന്നു. മദാമ പട്ടിയെയും കൂട്ടി ടൗൺഷിപ്പിലാകെ വന്ന ദിവസം തന്നെ ചുറ്റിക്കറങ്ങി. അവർ ഫാക്ടറിയിൽ പോയി, ക്ലബിൽ പോയി, ടൗൺഷിപ്പിൻ്റെ ഒരു മൂലയിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്ന പഴയ അമ്പലത്തിൽ പോയി. കണ്ടവരോടൊക്കെ മദാമ ചിരിച്ചു. ഡിസ്പെൻസറിയിൽ മരുന്ന് വാങ്ങുവാൻ പോകുന്ന തൊഴിലാളിയുടെ ഭാര്യയോടും ഹൗ ഡു യു ഡു എന്ന് കുശലം ചോദിച്ചു. ഹാരിസൺ സാഹിബിൻ്റെ മദാമയുടെ വേഷവും പെരുമാറ്റവും ആളുകളെ ഒക്കെ അമ്പരപ്പിച്ചു. പക്ഷേ കൂടുതൽ അമ്പരപ്പിച്ചത് പ്രത്യേകിച്ച് ഓഫീസേഴ്സ് സെക്ടറിലുള്ളവരെ മദാമയുടെ പട്ടിയായിരുന്നു. എന്തൊരു പട്ടി! അവരൊക്കെ പട്ടികളെ കണ്ടവരും പോറ്റിയവരും ഒക്കെ തന്നെയായിരുന്നു. അൾസേഷ്യൻ, ഡാഷ് ഹണ്ട്, ടെറിയർ, ലാബ്രഡോർ, പോമറേനിയൻ തുടങ്ങിയ എല്ലാ ബ്രീഡുകളും അവർക്ക് പരിചിതമായിരുന്നു. പക്ഷെ ഇതൊന്തൊരു പട്ടി! ഹാരിസൺ സാഹിബിൻ്റെ മദാമ കൊണ്ടുവന്ന പട്ടിയുടെ ബ്രീഡ് ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല. നായ്ക്കളെക്കുറിച്ച് വളരെയധികം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള മിസ്സിസ് ഡിസൂസ പറഞ്ഞു, രാജപാളയം എന്നൊരു ബ്രീഡുണ്ട്. മിസ്സിസ് മുഖർജി നെറ്റി ചുളിച്ചു. ഇന്ത്യൻ? മിസ്സിസ് ഡിസൂസ പറഞ്ഞു. ഐ ആം നോട്ട് വെരി ഷുവർ. ഒരുപക്ഷെ ഇത്. മിസ്സിസ് ഹാരിസനോട് ആരും അവരുടെ നായയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായില്ല. ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ രാമസ്വാമിയുടെ ഭാര്യ മിസ്സിസ് രാമസ്വാമി എന്ന അലമേലു അമ്മാൾ പരിചയക്കാരോടൊക്കെ പറഞ്ഞു, ഞാൻ പത്തേന് അന്ത നായയെ എന്ന അളക് എന്ന പുത്തി എന്ന ധൈര്യം രാജപാളയമാക്കും. കാഞ്ചീപുരം പട്ടുസാരി ഉടുത്തു നടക്കുന്ന മിസ്സിസ് ഹാരിസനോട് മാത്രമല്ല അവരുടെ നായയോടും അലമേലു അമ്മാളുവിന് മമത തോന്നി തുടങ്ങിയിരുന്നു. ക്ലബിലെ ഡോഗ് ഷോവിൻ്റെ ദിവസം അടുത്തു വരികയായിരുന്നു. അപ്പോഴാണ്
മിസ്സിസ് മേനോന് എങ്ങനെ മനോവേദന അനുഭവപ്പെടാതിരിക്കും? കാഞ്ചീപുരം സാരി, രാജപാളയം നായ, അമ്പലം എന്തൊക്കെയാണ് കേൾക്കുന്നത്. ആലോചിക്കും തോറും മിസ്സിസ് മേനോന്റെ ചുണ്ടി വർദ്ധിച്ചു. മിസ്സിസ് മേനോൻ തന്നോട് തന്നെ ദേഷ്യത്തോടെ പറഞ്ഞു, ഓ വൾഗർ. ഭാര്യ ദേഷ്യപ്പെട്ടു സംസാരിക്കുമ്പോൾ അനങ്ങാതെ നിശബ്ദനായിരിക്കാനുള്ള കഴിവ് ദീർഘകാലത്തെ പരിചയനിമിത്തം മേനോൻ നേടിക്കഴിഞ്ഞിരുന്നു. എങ്കിലും ഇന്ന് മേനോന് വല്ലാത്ത വിഷമം തോന്നി. ഹാരിസൺ സാഹിബിനെ കുറിച്ച് ആണെങ്കിൽ സഹിക്കാമായിരുന്നു, പക്ഷേ സാഹിബിൻ്റെ ഭാര്യയെ... മിസ്സിസ് ഹാരിസൺ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നപ്പോൾ ക്ലാസ്സിൽ അവശേഷിച്ചിരുന്ന ദ്രാവകം ഒറ്റ വലിക്ക് അകത്താക്കി മേനോൻ പറഞ്ഞു, എങ്കിലും അമ്മോ, നീ ഒരു സ്ത്രീ എങ്ങനെ? പക്ഷേ ആ വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പായി മിസ്സിസ് മേനോൻ പൊട്ടിത്തെറിച്ചു. അമ്മുക്ക് 100 തവണ പറഞ്ഞതാണ് അംബുജം എന്ന് വിളിക്കണമെന്ന്. എന്നിട്ട് പിന്നെയും അമ്മു അമ്മു. മനുഷ്യനായാൽ ഇത്തിരി കൾച്ചർ വേണം. ഒരു ഫോറിൻ കമ്പനിയുടെ ജനറൽ മാനേജറാണ് പോലും. എന്നിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ അമ്മു. നാണമില്ലാത്ത. മേനോൻ ഒഴിഞ്ഞ ക്ലാസ്സിലേക്ക് നോക്കിയിരുന്നു. അപ്പോൾ ടെലിഫോൺ ശബ്ദിക്കുവാൻ തുടങ്ങി. പതിവ് പോലെ മിസ്സിസ് മേനോൻ ഫോൺ എടുത്തു ഗൗരവസ്വരത്തിൽ പറഞ്ഞു, യെസ്. പക്ഷേ സംസാരിക്കുന്ന ആളെ മനസ്സിലായപ്പോൾ മിസ്സിസ് മേനോന്റെ ഭാവം പെട്ടെന്ന് മാറി. കുട്ടിക്കാലത്ത് കോൺവെന്റിൽ നിന്ന് സ്വായത്തമാക്കിയ ഉച്ചാരണ ശുദ്ധിയോടെ അവർ പറഞ്ഞു, ഗുഡ് മോർണിംഗ് മിസ്സിസ് ഹാരിസൺ. അംബുജ മേനോൻ സ്പീക്കിംഗ്. മിസ്സിസ് മേനോന്റെ മുഖം നിറയെ പുഞ്ചിരിയായിരുന്നു. സ്വരം മധുരമായിരുന്നു. യെസ് മിസ്സിസ് ഹാരിസൺ. തീർച്ചയായും വരും. ഇല്ല, അദ്ദേഹത്തിന് വേറെ എൻഗേജ്മെൻറ്റുകൾ ഒന്നുമില്ല. 7 മണിക്ക് തന്നെ ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഓ മിസ്സിസ് ഹാരിസൺ, നിങ്ങളുടെ ദയയ്ക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി പറയുക? നിങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പലതും ഇവിടെ ചെയ്യാൻ കഴിയും. പലതും. വാസ്തവത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മിസ്സിസ് മേനോൻ ഒരു ചെറിയ പെൺകുട്ടിയെ പോലെ ഇക്കിളിക്കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. മേനോൻ ഗ്ലാസ്സിൽ ഇത്തിരി കൂടി വിസ്കി പകർന്നു. മിസ്സിസ് മേനോൻ ആഹ്ലാദത്തോടെ പറഞ്ഞു, കേട്ടില്ലേ, മിസ്സിസ് ഹാരിസൺ പറയുന്നു നമ്മൾ രണ്ടുപേരും ഇന്ന് അവിടെ ഡിന്നറിന് ചെല്ലണമെന്ന്. വെറും ഇൻഫോർമൽ പാർട്ടി. ടൗൺഷിപ്പിൽ നിന്ന് 5-6 ഫാമിലി മാത്രം. മിസ്സിസ് ഹാരിസന് പലതും ഡിസ്കസ് ചെയ്യുവാനുണ്ടത്രേ. സന്തോഷാധിക്യത്താൽ മിസ്സിസ് മേനോന് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ പെട്ടെന്ന് അവരുടെ മുഖം കലുഷമാവുകയും പുരികക്കൊടികൾ വളയുകയും ചെയ്തു. മേനോന്റെ അരികെ ചെന്ന് അവർ ചോദിച്ചു, മിസ്സിസ് രാമസ്വാമിയെ വിളിക്കുമോ? എന്നിട്ട് ഒരു ഉത്തരത്തിന് കാത്തു നിൽക്കാതെ തന്നോടെന്ന പോലെ പറഞ്ഞു, അവളുടെ ഒരു വിചാരം രാജപാളയം നായയാണ് പോലും. അവൾ കണ്ടിരിക്കുന്നു പോലും. വളരെ നേരം ഒന്നും പറയാതെ ആലോചിച്ചിരുന്ന ശേഷം മിസ്സിസ് മേനോൻ പറഞ്ഞു, നമുക്കും ഒരു രാജപാളയം നായ വേണം. മിസ്സിസ് മേനോന്റെ ശബ്ദം വളരെ ദൃഢമായിരുന്നു. മേനോൻ വാ പൊളിച്ചു നിന്നു. രാജപാളയം നായയോ? അതെ, രാജപാളയം നായ. രാജപാളയമാണ് ഏറ്റവും നല്ല നായ. ഞാൻ അന്വേഷിച്ചു. ഇൻഡോ അമേരിക്കൻ കെമിക്കൽ കമ്പനിയുടെ ജനറൽ മാനേജർ കുറച്ചു നേരം ഒന്നും പറയാൻ കഴിയാതെ നിന്നുപോയി. ഫാക്ടറിയിൽ ഒരു തൊഴിൽ കുഴപ്പമോ ബ്രേക്ക് ഡൗണോ ആയിരുന്നെങ്കിൽ ആലോചിച്ച് നിന്ന് സമയം കളയാതെ അയാൾ ഉടൻ തീരുമാനമെടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പുതിയ നായയുടെ പ്രശ്നമാണ്. രാജപാളയം എവിടെയാണ്? എന്താണത്? മേനോനെ സംബന്ധിച്ചിടത്തോളം നായ്ക്കളെല്ലാം ഒന്നു തന്നെയായിരുന്നു. അൾസേഷ്യനും പോമറേനിയനും ലാബ്രഡോറും എല്ലാം. രാജപാളയം നായയെക്കുറിച്ച് ആലോചിക്കും തോറും മേനോൻ കൂടുതൽ അസ്വസ്ഥനായി. പെട്ടെന്ന് അയാൾക്കൊരു യുക്തി തോന്നി. ക്ലബിൽ പോയി റമ്മി കളിക്കാം. നടന്നപ്പോൾ മിസ്സിസ് മേനോൻ പറഞ്ഞു, കാർ എടുക്കണ്ട, എനിക്ക് ഷോപ്പിങ്ങിന് പോകാനുണ്ട്. ഭാര്യ ഷോപ്പിങ്ങിന് പോയാൽ വളരെ വൈകിയേ മടങ്ങുകയുള്ളൂ എന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ വിചാരിച്ചു, ഉച്ചയ്ക്ക് ഊണ് ക്ലബിൽ, മുഴുവൻ ദിവസവും റമ്മി. മേനോൻ ക്ലബിൽ വൈകുന്നേരം വരെ റമ്മി കളിച്ചുകൊണ്ടിരുന്നു. ക്ലബിൽ മുഖർജിയും രാമസ്വാമിയും ഡിസൂസയും സോമനും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരുടെ ഭാര്യമാരും ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ ഭാര്യമാരും അടിയന്തരമായി രാജപാളയം നായ്ക്കളെ വാങ്ങിക്കൊണ്ട് വരുവാൻ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മിസ്സിസ് ഹാരിസന്റെ അത്താഴ വിരുന്നിനുള്ള ക്ഷണവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആരും ഇതിനെപ്പറ്റി ഒന്നും അന്യോന്യം സംസാരിച്ചില്ല. വൈകുന്നേരം അയാൾ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പുതിയ കാഞ്ചീപുരം സാരിയുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. പതിവായി ഓർഗൻഡിയുടെയോ ഷിഫോണിൻ്റെയോ സ്ലീവ്ലെസ് ബ്ലൗസ് മാത്രം ധരിക്കാറുണ്ടായിരുന്ന മിസ്സിസ് മേനോൻ പ്യുവർ സിൽക്കിൻ്റെ ചോളിയിലായിരുന്നു.
ഭാര്യയുടെ വേഷപ്പൊലിമ തെല്ലൊരമ്പരത്തോടെ നോക്കി നിന്ന മേനോനോട് മിസ്സിസ് മേനോൻ ചോദിച്ചു. നായയെ കിട്ടിയോ? ഓർക്കാപ്പുറത്തായിരുന്നു ആ ചോദ്യം. അയാൾ പെട്ടെന്ന് പറഞ്ഞുപോയി. കിട്ടി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. മിസ്സിസ് മേനോന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. രാജപാളയത്തിനെ കിട്ടി? അയാൾ തലയാട്ടി. സന്തോഷം സഹിക്കാൻ കഴിയാതെ മിസ്സിസ് മേനോൻ പറഞ്ഞു. ഓ, രാജപാളയം ഡോഗ്, പ്യോർ രാജപാളയം ഡാർലിംഗ്, എന്നു കിട്ടും. എനിക്ക് അതിനെ കാണാൻ തിടുക്കമാകുന്നു. വരുന്നത് വരട്ടെ എന്ന് കരുതി മേനോൻ പറഞ്ഞു. നാളെ. ഓ, നാളെ. സന്ധ്യയ്ക്ക് ഹാരിസൺ സാഹിബിന്റെ ബംഗ്ലാവിലേക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ മിസ്സിസ് മേനോൻ ആഹ്ലാദത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അയാൾ മ്ലാന ഹൃദയനായിരുന്നു. നാളെ ഇവളോട് എന്തു പറയുമെന്ന വിചാരം മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. എന്തുകൊണ്ടോ അയാൾ അപ്പോൾ വിവാഹം കഴിച്ചയച്ച തൻ്റെ മകളെക്കുറിച്ചും അവളുടെ ഭർത്താവിനെക്കുറിച്ചും ഓർത്തുപോയി. അവൻ്റെ ഗതിയും ഇതുതന്നെ ആയിരിക്കുമോ? അയാൾ നെടുവീർപ്പിട്ടു. ഹാരിസൺ സാഹിബിന്റെ ബംഗ്ലാവിൽ ഇൻഡോ അമേരിക്കൻ കെമിക്കൽ കമ്പനിയുടെ ഉയർന്ന മാനേജർമാരും അവരുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു. മിസ്സിസ് ഹാരിസൺ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പാർട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി വളരെ പ്രധാനവുമായിരുന്നു. ഊണിന് മുമ്പായി വിസ്കിയും പഴച്ചാറും ഒഴുകി. പഴച്ചാറ് സ്ത്രീകൾക്കായിരുന്നു. മിസ്സിസ് ഹാരിസൺ പറഞ്ഞു. ഞാൻ മദ്യം കഴിക്കാറില്ല. അപ്പോൾ മിസ്സിസ് മുഖർജി മിസ്സിസ് ഡിസൂസയെ നോക്കി. മിസ്സിസ് ഡിസൂസ മിസ്സിസ് മേനോനെ നോക്കി. മിസ്സിസ് മേനോൻ വളരെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിസ്സിസ് ഹാരിസൺ, ഞങ്ങൾക്കും അതിഷ്ടമല്ല. മിസ്സിസ് ഹാരിസൺ പറഞ്ഞു. ഞാൻ ഇന്നലെ നിങ്ങളുടെ അമ്പലത്തിലേക്ക് പോയി. എത്ര മനോഹരമായ സ്ഥലം, എത്ര ശാന്തമായ സ്ഥലം. ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ശിവൻ ആര്യന്മാർ സിന്ധുഗംഗാ സമതലത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ. മിസ്സിസ് ഹാരിസൺ കിളി പോലെ ശൈവ സിദ്ധാന്തങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ചീഫ് അക്കൗണ്ടന്റ് ഓഫീസർ രാമസ്വാമിയുടെ ഭാര്യ അലമേലു അമ്മാളിന് ദേഹം തളരുന്നത് പോലെ തോന്നി. അവർ അറിയാതെ വിളിച്ചുപോയി. മുരുകാ, മിസ്സിസ് മേനോൻ പറഞ്ഞു. മിസ്സിസ് ഹാരിസൺ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എത്ര സമയോചിതമായിരിക്കുന്നു. നിങ്ങൾ നേതൃത്വം നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇത്തവണ അമ്പലത്തിൽ വെച്ച് ശിവരാത്രി ആഘോഷിക്കും, കേമമായി ആഘോഷിക്കും. മിസ്സിസ് ഡിസൂസ പറഞ്ഞു. അതെ മിസ്സിസ് ഹാരിസൺ, നിങ്ങൾ നേതൃത്വം നൽകുകയാണെങ്കിൽ. രാവ് നീളുകയും ആളുകൾ യഥാർത്ഥ ബുഫേ മട്ടിൽ അവിടെ ഇവിടെ കൊച്ചു ദ്വീപുകളായി മാറി കയ്യിലുള്ള പ്ലേറ്റുകളിൽ നിന്ന് വിശപ്പടക്കാൻ ആരംഭിക്കുകയും ചെയ്തപ്പോൾ മേനോൻ മാത്രം പ്ലേറ്റുമെടുത്ത് ഹാരിസൺ സാഹിബിൻ്റെ ലോണിലൂടെയും വരാന്തയിലൂടെയും ഒരു സ്വപ്നാടനക്കാരനെ പോലെ നടന്നു. മേനോൻ്റെ മനസ്സിൽ ഒറ്റ വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ നേരം പുലർന്നാൽ അവളോടെന്താണ് പറയുക? അയാൾ പതിവിലും കൂടുതൽ വിസ്കി അകത്താക്കിയിരുന്നുവെങ്കിലും രാജപാളയം നായിയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുവാൻ വിസ്കിക്ക് കഴിഞ്ഞില്ല. മിസ്സിസ് ഹാരിസണും അയാളുടെ ഭാര്യയും മറ്റു സ്ത്രീകളും വളരെ നേരം കാര്യമായി സംസാരിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ വിചാരിച്ചു, തീർച്ചയായും അവർ ക്ലബിലെ ആനുവൽ ഡോഗ് ഷോയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വരാന്തയുടെ അറ്റത്ത് ആളൊഴിഞ്ഞ ഒരു മൂലയിൽ 3 തലയുള്ള ഒരു വലിയ വിഗ്രഹമുണ്ടായിരുന്നു. അയാൾ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ രാജപാളയം നായിയെക്കുറിച്ച് ആലോചിച്ചു നിന്നു. അയാളുടെ ചുമലിൽ ആരോ കൈവച്ച് വിളിച്ചപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. മിസ്സിസ് ഹാരിസൺ ആയിരുന്നു. മിസ്സിസ് ഹാരിസൺ പറഞ്ഞു. മേനോൻ, ഞാൻ എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു. ഞാൻ വന്നപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല. ത്രിമൂർത്തിയിൽ മനസ്സ് ലയിപ്പിച്ച് നിങ്ങൾ. മേനോൻ, ഇതിനാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. എത്ര അത്ഭുതകരം. നിങ്ങളെപ്പോലെയുള്ള ഒരാൾ. മേനോൻ ചിരിക്കുവാൻ ശ്രമിച്ചു. നന്ദി മിസ്സിസ് ഹാരിസൺ. മിസ്സിസ് ഹാരിസൺ പറഞ്ഞു. എലിഫന്റ ഗുഹകളിലെ പ്രസിദ്ധമായ ത്രിമൂർത്തികളുടെ റിപ്ലിക്കയാണ് ഇത്. ത്രിമൂർത്തി, ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും. എന്തൊരു മഹത്തായ സങ്കല്പമാണ് നിങ്ങളുടെ പിതാമഹന്മാർ. മിസ്സിസ് ഹാരിസൺ ശിവ മഹിമ സ്തോത്രത്തിലെ വരികൾ ഉരുവിടുവാൻ തുടങ്ങി. അതോടൊപ്പം അവർ സിഗരറ്റ് കേസ് തുറന്ന് ബീഡി പോലെയുള്ള ഒരു സാധനം എടുത്തു തീ കൊളുത്തി വലിക്കുവാനും തുടങ്ങി. പിന്നീട് അവർ അത് മേനോന് കൊടുത്തു. മേനോൻ സംശയിച്ചു നിന്നപ്പോൾ മിസ്സിസ് ഹാരിസൺ പറഞ്ഞു. മേനോൻ, ഇത് പ്രസാദമാണ്. മഹാദേവൻ്റെ. മഹാദേവൻ ശിവൻ, കാഠ്മണ്ഡുവിലെ പശുപതിനാഥൻ, സാക്ഷാൽ കാളകാലൻ. ഞാൻ അന്ന് കാഠ്മണ്ഡുവിൽ പോയപ്പോൾ ശിവ ദി ഡിസ്ട്രോയർ ഓഫ്. മേനോൻ അത് വല്ല കഞ്ചാവോ മറ്റോ ആയിരിക്കുമെന്ന് വിചാരിച്ചു. അയാൾ കഞ്ചാവ് വലിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അയാൾ സ്വയം സമാധാനിച്ചു. കഞ്ചാവല്ല, ഏത് പാഷണം തന്നെ ആയാലും എനിക്കെന്താണ്,
പതുക്കെ ആദ്യത്തെ പുക കെത്താക്കിയപ്പോൾ മേനോന് പുതിയ ഒരു ഉണർവ് അനുഭവപ്പെട്ടു. അയാൾ ആർത്തിയോടെ വീണ്ടും വീണ്ടും വലിച്ചപ്പോൾ മിസ്സിസ് ഹാരിസൺ അയാളുടെ ചുമലിൽ കൈവച്ച് സ്നേഹത്തോടെ പറഞ്ഞു, ഇപ്പോൾ ഇതു മതി. മേനോന് താൻ പൊങ്ങിപ്പോകുന്നത് പോലെ തോന്നി. അറിയാത്ത എവിടേക്കോ ഉയർന്നു പോകുന്നു തനിയെ, ഒരു ഭാരവുമില്ല. കാറ്റിൽ ഉയരത്തിലേക്ക് സന്തോഷം. പക്ഷേ സന്തോഷം പെട്ടെന്ന് അവസാനിച്ചു. താൻ ഒരു കൊടുമുടിയുടെ മുകളിൽ ഭയചകിതനായി നിൽക്കുന്നതായും താഴെ താഴ്വരയിൽ നിന്ന് തൻ്റെ ഭാര്യ തന്നെ നോക്കി എന്തൊക്കെയോ ക്രോധപൂർവ്വം വിളിച്ചു പറയുന്നതായും അയാൾക്ക് തോന്നി. ഭാര്യ പറഞ്ഞു, ഇറങ്ങി വാ, ഇറങ്ങി വാ. മേനോൻ പൊടുന്നനെ കരയുവാൻ തുടങ്ങി. ഓ മിസ്സിസ് ഹാരിസൺ, മിസ്സിസ് ഹാരിസൺ. മിസ്സിസ് ഹാരിസൺ പറഞ്ഞു, എന്താണിത് മേനോൻ, എന്തു പറ്റി? നിങ്ങളൊരു കുട്ടിയെ പോലെ ചേ ചേ. മേനോൻ പറഞ്ഞു, മിസ്സിസ് ഹാരിസൺ, നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾക്കേ എന്നെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ, നിങ്ങൾക്ക് മാത്രം. ഹാരിസൺ സാഹിബിൻ്റെ മദാമ്മ വിചാരിച്ചു എന്തെങ്കിലും പ്രമോഷൻ്റെയോ മറ്റോ കാര്യമായിരിക്കും. അവർ പറഞ്ഞു, പറയൂ മേനോൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മേനോൻ പെട്ടെന്ന് പറഞ്ഞു, മിസ്സിസ് ഹാരിസൺ, നിങ്ങളുടെ രാജപാളയം നായയെ എനിക്ക് തരുമോ? നിങ്ങൾക്ക് എന്തിനാണ് ഒരു രാജപാളയം നായ? എനിക്കാണെങ്കിൽ. മിസ്സിസ് ഹാരിസൺ ഒന്നും മനസ്സിലായില്ല. രാജപാളയം നായ? അതെ മിസ്സിസ് ഹാരിസൺ, നിങ്ങൾ വരുമ്പോൾ കൂടെ കൊണ്ടുവന്ന നായ. ടൗൺഷിപ്പിലുള്ള എല്ലാവരും പറയുന്നത്. മിസ്സിസ് ഹാരിസൺ മടുപ്പോടെ പറഞ്ഞു, നോൺസെൻസ്. പക്ഷേ പിന്നീട് ശിവന്റെ പ്രസാദം കഴിച്ച് പരവശനായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന രൂപത്തെ നോക്കിയപ്പോൾ മിസ്സിസ് ഹാരിസന്റെ മനസ്സലിഞ്ഞു. മേനോൻ, നിങ്ങൾക്ക് ഞാൻ ആ നായയെ തരാം, തീർച്ചയായും. വേണമെങ്കിൽ ഇന്നു തന്നെ. ഹാരിസൺ സാഹിബിൻ്റെ മദാമ്മയുടെ മുഖത്ത് ദുഃഖം കലർന്ന പുഞ്ചിരി പരന്നു. കാഞ്ചീപുരം ക്ഷേത്രഗോപുരത്തിന് മുമ്പിൽ വെച്ച് നായപിടുത്തക്കാരുടെ കയ്യിൽപ്പെട്ട ഒരു തെണ്ടിപ്പട്ടിയെ കാശ് കൊടുത്തു രക്ഷിച്ചത് മിസ്സിസ് ഹാരിസൺ ഓർക്കുകയായിരുന്നു. മഹാദേവന്റെ ലീല. അല്ലെങ്കിൽ എന്തിനാണ് നായപിടുത്തക്കാരുടെ കയ്യിൽ എത്രയോ പട്ടികൾ ഉണ്ടായിരുന്നിട്ടും ഇതിനോട് തന്നെ ഒരു മമത തോന്നിയത്? എന്തിനാണ് അതിനെയും കൂട്ടി നാടായ നാടൊക്കെ? മിസ്സിസ് ഹാരിസൺ പറഞ്ഞു, മേനോൻ, കർമ്മബന്ധങ്ങൾ വിചിത്രമാണ്. ജന്മാന്തരങ്ങളിലൂടെ ഈ ബന്ധങ്ങൾ ഒരു ചങ്ങല പോലെ നമ്മെ. പക്ഷേ മേനോൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ വിചിത്രമായ കർമ്മബന്ധങ്ങളെക്കുറിച്ചോ ചങ്ങലകളെക്കുറിച്ചോ ഒന്നും ആലോചിക്കുവാൻ പോയില്ല. അയാളുടെ മനസ്സ് അപ്പോൾ സ്വസ്ഥവും സന്തോഷം നിറഞ്ഞതും ആയിരുന്നു.